ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തെ അധിക്ഷേപിച്ച് ജി സുധാകരൻ പൊതിച്ചോർ വിതരണത്തിന് ഒരു സംഘടനകൾക്കും അനുമതി നൽകരുതെന്നായിരുന്നു പൊതുപരിപാടിയിൽ സംസാരിക്കെ സുധാകരന്റെ പ്രതികരണം. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് മുൻപ് സുധാകരന് ഈ നിലപാടായിരുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ തെളിയിക്കുന്നു. ഗവൺമെന്റിലെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഷെഡും വെച്ച് കൊടിയും കെട്ടിയിരിക്കുക. മെഡിക്കൽ കോളേജ് ഗവൺമെന്റിന് അന്നദാനം കൊടുക്കുകയാണ്. പിന്നെ ഗവൺമെന്റ് ജോലി എന്താ? ഞങ്ങൾ ചോറ് കൊടുക്കുക, ഞങ്ങൾ കഞ്ഞി കൊടുക്കുക, എന്നിട്ട് അവിടെ കൊടിയെ കുത്തുക. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടി അവിടെ കയറ്റിക്കൂടാ. പാർട്ടിയിൽപ്പെട്ട മനുഷ്യർ വരാം, അവിടെ പാർട്ടി കളിക്കാൻ വരരുത്. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണവും കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. അതൊന്നും ഇനി ഉണ്ടാവരുത് ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. മനുഷ്യന്റെ വിശപ്പകറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് മനുഷ്യത്വമില്ലായ്മയാണെന്ന് ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിംസും പ്രതികരിച്ചു. ഡിവൈഎഫ്ഐ ഒരു ദിവസക്കാലം 2500 പേർക്കാണ് ഭക്ഷണപ്പൊതി കൊടുക്കുന്നത്. അതിൽ എല്ലാ മനുഷ്യരുമുണ്ട്, രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാ മനുഷ്യരുമുണ്ട്. ഈ പരിപാടി തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ മുടക്കം വന്നിട്ടില്ല. ഇന്നലെ കണ്ടിട്ടില്ലാത്ത മനുഷ്യർ, നാളെ കാണുമോ എന്നറിയാത്ത മനുഷ്യർ, ആർക്കോ വേണ്ടി മനുഷ്യരുടെ വിശപ്പകറ്റാൻ കഴിയുന്ന ഒരു വലിയ മാതൃകയാണ്. അതൊരു മനുഷ്യ സ്നേഹത്തിൻ്റെ മുഖമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്നലെ വരെ നമ്മൾ വന്ന വഴിത്തരയൊന്നും മറക്കാൻ പാടില്ല. നമുക്കെന്തോ ആയി കഴിയുമ്പം വിശപ്പകറ്റുന്നവരുടെ നിലപാടുകൾ, അല്ലെ വിശന്നിരിക്കുന്നവരുടെ വിശപ്പ് കാണാതെ പോകുന്നത് ശരിയായ രീതിയല്ല. അത് എന്തായാലും ഞങ്ങൾ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുടക്കം വരാൻ കഴിയില്ല. എന്തെങ്കിലും വിരോധമുണ്ടെന്ന് പറഞ്ഞൊരു മനുഷ്യന് പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അത് തടയാൻ നിൽക്കുന്നത് മനുഷ്യത്വമല്ല. അത്രയേ ഉള്ളൂ പറയാനുള്ളത്. പൊതിച്ചോർ ഗുണഭോക്താക്കളുടെ പ്രതികരണം കൂടി കാണാം. MLA പറയുന്നത് ഈ ഭക്ഷണമൊന്നും കൊടുക്കരുതെന്നാണ് പറയുന്നത്. അതെന്താ പാവങ്ങൾ കൊടുക്കുന്നത്? പട്ടിണിക്കാർ കിടക്കുന്ന സാഹചര്യം ഇത്. അവർക്ക് കൊടുക്കണ്ടേ മോനെ ആഹാരം, അതിന് പുണ്യം കിട്ടും. ആരോഗ്യം ഇല്ലാത്തവർക്കും ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്കും കൊണ്ടുവന്ന് കൊടുക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ പല വീട്ടിൽ ചെന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആഹാരമാണ്. ഞാനും കഴിക്കുന്ന ആഹാരമാണ് ഇത്. നമ്മുടെ വീട്ടിൽ തരുന്നേക്കാട്ടിൽ അടിപൊളിയായിട്ടുള്ള ആഹാരമാണ് നമുക്ക് കിട്ടുന്നത്. ഉച്ചഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇന്ന് തന്നെ ഞാനവിടെ, എനിക്ക് എൻ്റെ വയ്യാതടക്കം ഇവിടെ നമ്മുടെ ഫാമിലി എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ പറഞ്ഞതെന്നറിയാമോ, എന്തോരം കഷ്ടപ്പെട്ടാണ് ഈ ഭക്ഷണം കൊണ്ടുവരുന്നറിയാമോ. എത്ര പേരുടെ വീടുകളിൽ പോയിട്ടാണ് ഈ മഴയത്ത് പോയിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നത്. അപ്പോൾ എന്നിട്ട് ഇവരും മറ്റേ വോട്ടുകുത്തുന്ന കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. അതൊക്കെ ഒരു അവരവരുടെ ഇഷ്ടമാണ്. എങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ അംഗീകരിക്കണ്ടേ. ഷാജഹാൻ കൂടി ചേരുന്നുണ്ട്. ഷാജഹാൻ, ഇപ്പോൾ ഈ ജി സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത് പൊതിച്ചോർ വിതരണത്തിന് ഒരു സംഘടനകൾക്കും അനുമതി നൽകരുതെന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അതായത് ആശുപത്രിയിൽ ഒരു സംഘടനകളെയും കയറ്റരുത്, അവിടെ സർക്കാർ ആശുപത്രിയാണ്, അവിടെ മറ്റാരും പൊതിച്ചോർ വിതരണം ചെയ്യേണ്ട എന്നാണ്. പക്ഷേ ഈ സുധാകരൻ തന്നെയാണ് 2020 അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ഈ ഹൃദയപൂർവ്വം പദ്ധതിയെ പ്രശംസിച്ചുകൊണ്ട്. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്: വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന് തുടങ്ങിയാണ് അദ്ദേഹം അന്ന് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഈ ഹൃദയപൂർവ്വം പദ്ധതിയെയും ഈ ഡിവൈഎഫ്ഐയും പ്രശംസിച്ചുകൊണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്നിപ്പോൾ നിലപാട് മാറ്റി ഇങ്ങനെ ഒരു പൊതിച്ചോർ വിതരണം വേണ്ട എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ജി സുധാകരൻ്റെ ഈ കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളുടെ ഒരു അവാർഡ് ദാന ചടങ്ങിലാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. അതിനെതിരെ വലിയ ഒരു വിമർശനമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. നമുക്കറിയാം, ഡിവൈഎഫ്ഐ എന്ന് പറയുന്നൊരു സംഘടന ഏതാണ്ട് 2017 എന്നാണ് എൻ്റെ ഓർമ്മ. ആലപ്പുഴ മെഡിക്കൽ കോളേജിലൊക്കെ അന്ന് തുടങ്ങിയത് ആ ഘട്ടത്തിലായിരുന്നു. അന്ന് അത് തുടങ്ങിയതിന് ശേഷം ആദ്യഘട്ടത്തിലൊക്കെ വളരെ കുറച്ച് ഭക്ഷണപ്പൊതികൾ മാത്രമായിരുന്നു ഓരോ ഏരിയയിലും. നമുക്കറിയാം, ഓരോ ഏരിയയിലുള്ള കൊച്ചു കുട്ടികൾ, ചെറുപ്പക്കാരായിട്ടുള്ളവർ വീടുകൾ കയറി ഇറങ്ങി ഭക്ഷണം ശേഖരിച്ചാണ് അത് കൊണ്ടുവന്ന് ഈ സർക്കാർ ആശുപത്രിയിൽ വന്ന് സൗജന്യമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് 1 വർഷത്തോളം വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇവർക്കുണ്ടായത്. പക്ഷേ അതിനുശേഷം ഇതിൻ്റെ ഗുണം അനുഭവിച്ചവർ, അതായത് ആശുപത്രിയിൽ വരികയും ചികിത്സയ്ക്ക് വരികയും ആ ഭക്ഷണം ഉച്ചയ്ക്ക് ഈ ഭക്ഷണം ഇവർ കൊണ്ടുവരുന്ന ഭക്ഷണം വളരെ നല്ല ഭക്ഷണമാണ്, അത് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തതും പിന്നീട് അവർ വീട്ടിൽ പോയാലും ഇവരെ വിളിച്ച് ഓരോ ഏരിയയിലും അവർ പറയുന്ന, ഡിവൈഎഫ്ഐക്കാർ പറയുന്നതാണ്, അവരെ വിളിച്ച് മോനെ ഇന്ന് ഭക്ഷണം ഞാൻ 2 പൊതി തരാം, അല്ലെ 3 പൊതി, അങ്ങനെ പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വന്നിരിക്കുന്നു. ഏതാണ്ട് കേരളത്തിൽ 40,000 പൊതിച്ചോറ് ഒരു ദിവസം വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ സർക്കാർ ആശുപത്രിയിലായിട്ട് അത്ര വലിയ ഒരു പദ്ധതി, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സർക്കാരിനും ഇതുപോലെ ഇത്ര മികച്ച ഒരു ഭക്ഷണം ഓരോ സർക്കാർ ആശുപത്രിയിലും കൊടുക്കാൻ നമുക്ക് സാധിക്കും തോന്നുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് സർക്കാർ ആശുപത്രികളിൽ സർക്കാർ തന്നെ
സൗജന്യമായിട്ട് ഭക്ഷണം വിതരണം ചെയ്യണമെന്നുള്ളതാണ് ഇത്തരം സംഘടനകൾക്ക് അതിനുള്ള അനുമതി നൽകുന്നത്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ, അതായത് ഇതിൻ്റെ തുടക്കത്തിൽ അന്ന് ഇദ്ദേഹം പാർട്ടിയോടൊപ്പമായിരുന്നു നിന്നിരുന്നത്. അന്ന് പാർട്ടിയെ പ്രശംസിച്ചുകൊണ്ട്, അല്ലെ DYFIയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ട് അന്ന് ഈ അമ്പലപ്പുഴയിലെ MLA ആയിരുന്ന G. സുധാകരൻ അത് ഉദ്ഘാടനം ചെയ്തവരെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്ന് പലരും അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ വളരെ മോശം കമൻറ്റുകളാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം കാണാൻ സാധിക്കുന്നത്. കാര്യം അത്രത്തോളം ഗുണഭോക്താക്കൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം അത് കഴിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു വില അറിയുകയുള്ളൂ. അത് നിർത്തലാക്കണമെന്ന് പറയുന്നതിനെതിരെ ഇപ്പോൾ ശക്തമായൊരു പ്രതിഷേധമാണ് പൊതുസമൂഹത്തിനിടയിൽ നിന്നും പൊതുവെ ഉയർന്നു വരുന്നത്. ഇത് DYFI എന്ന് പറയുന്നൊരു സംഘടന അവരുടെ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. അവർ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഹൃദയപൂർവ്വം എന്ന പദ്ധതി തുടങ്ങിയത്. ആ തുടക്കം കുറിച്ചത് മുതൽ നമുക്കറിയാം, കോവിഡ് കാലത്താണെങ്കിലും അതിനുശേഷം പ്രളയകാലത്താണെങ്കിലും ജനങ്ങളൊക്കെ തന്നെ വളരെ പുറത്തിറങ്ങാൻ കഴിയാത്ത സമയങ്ങളിൽ പോലും ഈ കുട്ടികൾ മാസ്കും ധരിച്ചുകൊണ്ട് ഭക്ഷണം ശേഖരിച്ചുകൊണ്ട് ഇവിടെ വന്ന് വിതരണം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്ര വലിയൊരു പ്രവൃത്തിയെ, പുണ്യപ്രവർത്തിയാണ് ഇപ്പോൾ നിർത്തലാക്കണം എന്നുള്ളൊരു വാദവുമായിട്ട് G. സുധാകരൻ വന്നിരിക്കുന്നത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.